ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ ഉച്ചതിരിഞ്ഞിട്ടുള്ള വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഉച്ചതിരിഞ്ഞ എല്ലാ പേരൻസിനും ചിന്തിക്കുന്നത് അവരെ മക്കൾ വരുമ്പോൾ അവർക്ക് എന്ത് പലഹാരം ഉണ്ടാക്കണമെന്നല്ലേ ചിന്തിക്കുക. അപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാനും ഒരു സിമ്പിൾ പലഹാരം എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാമെന്നും വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് പൊടി കുഴച്ചു. അപ്പോൾ പൊടി കുഴച്ച് കുറച്ച് നേരം അതിങ്ങനെ വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായക്കും പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റായി വരുമ്പോഴേക്കും പാല് തിളച്ച് പൊന്തും. അപ്പോഴേക്കും നമുക്ക് ചായ ശരിയാക്കാനല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ മോനിന്ന് 6ാം ക്ലാസ്സുകാരനാണ് എൻ്റെ മോൻ. അവനിന്ന് 10ാം ക്ലാസ്സുകാരുടെ പ്രീ മോഡൽ നടക്കണ കാരണം കൊണ്ട് ഇന്ന് അവന് ക്ലാസ്സും ഇല്ല. അപ്പോൾ അവന് ചായ വേണമെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ അവനും ചായ കൊടുക്കാം. അപ്പോൾ വേഗത്തിൽ തന്നെ ചായയും വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ വെച്ച് ആറ്റി കഴിഞ്ഞ വഴിക്ക് തന്നെ ഞാൻ നാളികേരം ചിരണ്ടാൻ പോയിട്ടാണ്. നാളികേരം ചിരണ്ടി കിണ്ണത്തിലിട്ടു. സാധാരണ അതിലേക്ക് ഇത്തിരി ജീരകം ചേർത്ത് അത് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുപ്പിലാണ് ഉണ്ടാക്കുക കേട്ടോ ഞങ്ങൾ. അപ്പോൾ അടുപ്പിൽ തീ കത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഓലക്കുടി വെച്ചിട്ടാണ് തീ കത്തിക്കണേ. അപ്പോൾ നല്ലപോലെ തീ കത്തി. അപ്പോൾ ഞങ്ങൾ കുടം വെച്ചു. എല്ലാവരും ഞെട്ടില്ല ഈ കുടം കണ്ടിട്ട്. ആരും ഞെട്ടണ്ട കേട്ടോ. ഞങ്ങൾ ഈ കുടത്തിലാണ് കുടത്തിൽ തന്നെയാണ് കേട്ടോ പുട്ടുണ്ടാക്കുക. അപ്പോൾ കുടത്തിൽ വെള്ളം തിളച്ചു. അപ്പോൾ അടുത്തത് ഞങ്ങളുടെ മുളങ്കുമ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നാളികേരം ഇട്ടു, അതുപോലെ പൊടി ചേർത്തു. അപ്പോൾ മോൻ 4 മണി ആവാറായിട്ടാ. അപ്പോൾ മോൻ ട്യൂഷന് പോകാൻ സെറ്റായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒന്ന് വായോ എന്ന് പറഞ്ഞു. അവനെപ്പോഴും ട്യൂഷന് പോകാൻ വെച്ചാലും ഇപ്പോൾ പള്ളിയിലേക്ക് കാലത്ത് എഴുന്നേറ്റ് പോവാണിച്ചാലും അമ്മ ഗേറ്റിൻ്റെ അവിടെ വന്ന് അവനോടൊന്ന് ടാറ്റ പറഞ്ഞ് അവനൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാട്ടോ. അപ്പോൾ അവൻ പറയും അമ്മനെ കണ്ടുപോയി കഴിഞ്ഞാൽ പോസിറ്റീവ് മൈൻഡാണ് കേട്ടോ. അപ്പോൾ കാണാണ്ട് പോയ ദിവസം ഒന്നും അവന് ശരിയായിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ അവൻ പോണ നേരത്തെ അവിടെ ചെന്ന് നിൽക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട് ആൾക്ക്. അപ്പോഴേക്കും പുട്ട് ഞാൻ കുടത്തിൽ വെച്ചു. ആവി വന്നു. അപ്പോൾ നല്ല പോലെ ആവി വന്നു കേട്ടോ. അപ്പം നിങ്ങളെല്ലാവർക്കും അറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു നാളികേരം എടുത്ത് അത് മൂടി വെച്ചു കേട്ടോ. അപ്പോൾ നാളികേരം വെച്ച് മൂടി വെച്ചു. നല്ല പോലെ ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, മാക്സിമം 2 മിനിറ്റ് ആവി വന്നു കഴിഞ്ഞ വഴിക്ക് ഞാനതെടുത്തു കേട്ടോ. അപ്പോഴേക്കും സമയം നോക്കി ഞാൻ രണ്ടാമത്തെ വരേണ്ട സമയമായി തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം പുട്ട് കുത്തിയിട്ട് വേഗം ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നു കേട്ടോ. അവൻ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പോഴുണ്ടല്ലോ ആൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച ടൈം കറക്റ്റായിരുന്നു. അപ്പോൾ ആൾ നടന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ശ്രദ്ധിക്കണില്ല. അമ്മ അവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആൾക്ക്. അപ്പോൾ ആൾ ഗേറ്റ് തുറന്നു. എന്തായാലും ഗേറ്റ് അടയ്ക്കണം അവർക്ക് നിർബന്ധമുള്ള കേസാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയുള്ള കാരണം കൊണ്ട് എപ്പോഴും അവൾക്ക് ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പം അവൾ ഓടി തുടങ്ങും. ഗേറ്റ് എങ്ങനെയാ റോട്ടിലേക്ക് ഓടേണ്ടതെന്ന് ഒരു പിടുത്തല്ലേ ആഗ്രഹവിന്. അപ്പോൾ ഇത് നിർബന്ധം പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് വേഗം ഗേറ്റൊക്കെ അടച്ച് സോഫയിൽ ചെന്നിരുന്ന് ആൾ ഷൂസൊക്കെ ഊരി അത് സ്ഥാനത്ത് വെച്ചുട്ടോ. അത് കഴിഞ്ഞ് ചെറിയ കാവായ കാരണം കൊണ്ട് ചിലപ്പോൾ ഗേറ്റ് അടയ്ക്കാനൊക്കെ വിട്ടുപോകാറുണ്ട്. അത് കാരണം കൊണ്ട് നിർബന്ധം പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് അത് വേഗം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രാവ് മോൻ വന്ന് മേശപ്പുറത്തേക്ക് നോക്കി എന്താ അവൻ്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി. അപ്പോൾ എനിക്കറിയാം അവന് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം പുട്ട് വലിയ താല്പര്യമൊന്നും ഇല്ല. എന്നാലും ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിക്കൂട്ടാ, കഴിക്കാണ്ടിരിക്കില്ല. അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും കഴിക്കുക അവർ. അങ്ങനെ പുട്ട് കണ്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പലഹാരം അമ്മ. ആ ഒരു സന്തോഷത്തിൽ അവർ ഇങ്ങനെ ഇരുന്നു. പിന്നെ അടുപ്പത്ത് ഞാൻ വേഗം അരിക്കുള്ള വെള്ളം വെച്ചു. പിന്നെ അരി കഴുകി കളത്തിലിട്ടു. ഇതോടുകൂടി ഞങ്ങളുടെ ഈവനിങ് റുട്ടീൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബായ്, എല്ലാവർക്കും നന്ദി.